നമസ്കാരം, ഞാൻ ഡോക്ടർ അനീന ബെഹനാൻ, ആയുർവേദ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, പ്രതിഥി ആയുർവേദ ഫോർ വിമൻസ് ഹെൽത്ത്. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം മെനോപോസ് അഥവാ ആർത്തവ വിരാമം എന്നുള്ളതാണ്. സ്ത്രീകളിൽ മാനസികമായും ശാരീരികമായും പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നതാണ് ആർത്തവ വിരാമം. 45 വയസ്സിന് ശേഷം ഒരു വർഷക്കാലം മാസമുറ വന്നിട്ടില്ലെങ്കിൽ അത് ആർത്തവ വിരാമമായി എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം കുറയുകയും ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറഞ്ഞു വരികയും തന്മൂലം ക്രമേണ മാസമുറ നിൽക്കുകയും ചെയ്യുന്നു. ചിലർക്ക് അത് പൊടുന്നനെ നിൽക്കാം. ഒരു 40 വയസ്സിനു ശേഷം തന്നെ ഇതിൻ്റേതായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. ഇനി എന്തൊക്കെയാണ് ആർത്തവ വിരാമത്തിൻ്റെ അല്ലെങ്കിൽ മെനോപോസൽ സിംറ്റംസ്? ആർത്തവ വിരാമത്തിൻ്റെ ആദ്യഘട്ടം മുതൽ സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ് ആർത്തവ ക്രമക്കേടുകൾ. ക്രമം തെറ്റിയ ആർത്തവം, കൂടിയ അളവിലുള്ള രക്തസ്രാവം അല്ലെങ്കിൽ കുറഞ്ഞ അളവിലുള്ള രക്തസ്രാവം, ഇതെല്ലാമാണ് ആർത്തവ ക്രമക്കേടുകളിൽ ഉൾപ്പെടുക. മറ്റൊരു ലക്ഷണമാണ് ഹോട്ട് ഫ്ലാഷസ്, അതായത് ശരീരത്തിൽ സ്ത്രീകൾക്ക് കൂടുതലായി ചൂട് അനുഭവപ്പെടുകയും അതിനെ തുടർന്ന് വിയർക്കുകയും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഏതാണ്ട് 50% സ്ത്രീകളിലും ഈ ഒരു ലക്ഷണം കാണാറുണ്ട്. സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നതും ഈ ഒരു ലക്ഷണമാണ്. പ്രത്യേകിച്ച് രാത്രി ഉറങ്ങാൻ കിടന്നാൽ പെട്ടെന്ന് ശരീരത്തിന് ചൂട് കൂടി വിയർപ്പ് അനുഭവപ്പെട്ട് ഉറക്കം തടസ്സപ്പെടുകയും മൊത്തത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഉറക്കക്കുറവ്, ശ്രദ്ധക്കുറവ്, പെട്ടെന്ന് ശരീരത്തിൻ്റെ ഭാരം കൂടുക അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടാവുക, സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുക, സന്ധിവേദന എന്നീ ലക്ഷണങ്ങളും കാണാറുണ്ട്. യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രം പിടിച്ചു വയ്ക്കാനുള്ള ശേഷി കുറയുക, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷൻസ്, യോനി വരൾച്ച, ആ ഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, ഇൻഫെക്ഷൻ മുതലായ ലക്ഷണങ്ങളും ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് കാണാറുണ്ട്. ഇതിനു പുറമെ ചിലർക്ക് ലൈംഗിക ബന്ധം വേദനാജനകമായി തീരുകയും മറ്റു ചിലർക്ക് ലൈംഗിക ബന്ധത്തോട് ഒരു വിരക്തിയും ഉണ്ടാവാം. ഈ ശാരീരിക ലക്ഷണങ്ങൾക്ക് പുറമെ ചെറുതല്ലാത്ത മാനസിക ലക്ഷണങ്ങളും ഉണ്ടാവാറുണ്ട്. അതിൽ പ്രധാനമാണ് മൂഡ് സ്വിങ്സ്, അഥവാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് സങ്കടം വരികയും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസസിനെയാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. ചിലർക്ക് എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്നൊരവസ്ഥയും ഉണ്ടാവാറുണ്ട്. സാധാരണ സ്ത്രീകളുടെ 40കളിലാണ് അവരുടെ മക്കൾ പഠന സംബന്ധമായോ ജോലി സംബന്ധമായോ ഹോസ്റ്റലിലോ എബ്രോഡിലോ പോകുന്നത്. അതിനെ തുടർന്ന് അവർക്കൊരു ലോൺലിനെസ് അഥവാ ഒറ്റപ്പെടൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതിനെയാണ് എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. കൂടുതലായും പെരിമെനോപോസ് കാലഘട്ടത്തിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുള്ളത്. ഈ പറഞ്ഞ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ആർത്തവ വിരാമത്തിന് ഏതാണ്ട് 5 കൊല്ലം മുതലേ തന്നെ കാണിച്ചു തുടങ്ങാം. ചിലർക്ക് ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവാം, ചിലർക്ക് ചിലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ചിലർക്ക് ഒരു ലക്ഷണം തന്നെ ഇല്ലാതെയും ഇരിക്കാം. എന്തു തന്നെയായാലും ശാരീരികമായും മാനസികമായും പ്രത്യേക കരുതൽ വേണ്ട ഒരു സമയമാണ് ആർത്തവ വിരാമം. ഈ പറഞ്ഞതെല്ലാം ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണങ്ങളാണെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് മറ്റ് രോഗാവസ്ഥകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി എന്താണ് പെരിമെനോപോസ്? ആർത്തവ വിരാമത്തിന് 1 വർഷം മുൻപ് മുതൽ ആർത്തവ വിരാമത്തിന് ശേഷമുള്ള 1 വർഷം വരെയുള്ള കാലഘട്ടത്തിനെയാണ് പെരിമെനോപോസ് എന്ന് പറയുന്നത്. സ്ത്രീ ജീവിതത്തിലെ 1/3 ഭാഗം ആരംഭിക്കുന്നത് ഈ പെരിമെനോപോസൽ കാലഘട്ടത്തിലാണ്. ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പുറമെ സാമൂഹികമായും കുടുംബത്തിലും ഉണ്ടാകുന്ന തങ്ങളുടെ റോളിലുള്ള മാറ്റങ്ങളും സ്ത്രീയെ സമ്മർദ്ദത്തിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പെരിമെനോപോസ് കാലഘട്ടം മുതൽ തന്നെ സ്ത്രീകളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് നാം പ്രത്യേക കരുതൽ കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ആർത്തവ വിരാമം സംഭവിക്കുന്നത്? അണ്ഡാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രജൻ. 30 വയസ്സിന് ശേഷം ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം സാവധാനം കുറഞ്ഞു വരികയും 40 വയസ്സ് കഴിയുമ്പോൾ ഇതിൻ്റെ ഉൽപ്പാദനം തീരെ തന്നെ കുറയുകയും 50 വയസ്സോടുകൂടി അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനം നിന്ന് ഹോർമോൺ ഉൽപ്പാദനം നിൽക്കുകയും മാസമുറ നിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നോർമലായി ആർത്തവ വിരാമം സംഭവിക്കുന്നത്. ഇതുകൂടാതെ ചില സർജറികൾ, പ്രത്യേകിച്ച് അണ്ഡാശയം നീക്കം ചെയ്യുന്ന സർജറിയെ തുടർന്ന് ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ലക്ഷണങ്ങൾ കാണാറുണ്ട്. അതുപോലെ കീമോതെറാപ്പി, മറ്റ് അർബുദ ചികിത്സകൾ എന്നിവ ചെയ്യുന്നവർക്ക് ആർത്തവ വിരാമം നേരത്തെ സംഭവിക്കാം. ചില ഗർഭനിരോധന ഗുളികകൾ സ്വീകരിക്കുക വഴിയും ആർത്തവ വിരാമം നേരത്തെ സംഭവിക്കാവുന്നതാണ്.
എന്നാൽ ചിലർക്ക് 40 വയസ്സാകുമ്പോഴേക്കും ഈ ആർത്തവ വിരാമം സംഭവിക്കാം. അതിന് പ്രീമെച്വർ ഒവേറിയൻ ഫെയിലിയർ എന്ന് പറയും. എന്തൊക്കെയാണ് ആർത്തവ വിരാമ സങ്കീർണതകൾ അഥവാ കോംപ്ലിക്കേഷൻസ്? പൊതുവെ പുരുഷന്മാരിലാണ് ഹൃദ്രോഗ സാധ്യത കൂടുതൽ. എന്നാൽ ആർത്തവ വിരാമത്തോടെ സ്ത്രീകളിലും ഹൃദ്രോഗ സാധ്യത കൂടുന്നു. ഈ ഈസ്ട്രജൻ എന്ന ഹോർമോൺ ഹൃദയത്തിന് ഒരു രക്ഷാകവചമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആർത്തവ വിരാമത്തോടെ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം ഇല്ലാതാവുന്നതോടുകൂടി ഹൃദ്രോഗ സാധ്യതയും കൂടുന്നു. അതുപോലെ തന്നെ ആർത്തവ വിരാമത്തോടുകൂടി കാൽസ്യത്തിൻ്റെ അളവ് കുറയുകയും തന്മൂലം എല്ലുകളുടെ ബലം കുറഞ്ഞ് ഓസ്റ്റിയോപോറോസിസ് എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. തന്മൂലം പെട്ടെന്ന് ഫ്രാക്ചേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുന്നു. 40 വയസ്സ് കഴിയുമ്പോഴാണ് ക്യാൻസർ സാധ്യതയും കൂടുന്നത്. അമിതമായ രക്തസ്രാവം അല്ലെങ്കിൽ വൈകി വരുന്ന മാസമുറ ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണമാണ്. ഇത് തികച്ചും നോർമലാണ്, അതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ള തെറ്റിദ്ധാരണ മൂലം ഈ ലക്ഷണങ്ങളെല്ലാം പലരും ആദ്യം അവഗണിക്കും. രക്തസ്രാവം കൂടി വിളർച്ചയിലേക്ക് എത്തുമ്പോഴാണ് പലരും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. അമിതമായ രക്തസ്രാവം ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണമാണെങ്കിലും അത് ക്യാൻസറിൻ്റെയോ അല്ലെങ്കിൽ മറ്റു രോഗാവസ്ഥകളുടെയോ കൂടി ലക്ഷണങ്ങളാകാം. അതുകൊണ്ട് കൃത്യസമയത്ത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നടത്തുന്നത് നന്നായിരിക്കും. ആർത്തവ വിരാമം പെൽവിക് സപ്പോർട്ട് സ്ട്രക്ചേഴ്സിനെ അഥവാ ഗർഭപാത്രത്തെയും മൂത്രസഞ്ചിയെയും സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന പേശികളെ ദുർബലപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഗർഭപാത്രത്തിൻ്റെയും മൂത്രസഞ്ചിയുടെയും താഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. അതുപോലെ ലൈംഗിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ കുടുംബ ബന്ധത്തെയും ബാധിക്കാൻ ഇടയുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ആർത്തവ വിരാമമാകുന്നതോടെ കൃത്യമായ ഇടവേളകളിലുള്ള മെഡിക്കൽ പരിശോധനകൾ, രക്തത്തിലെ ഷുഗറിൻ്റെ നില, BP-യുടെ തോത്, കൊളസ്ട്രോൾ നില എന്നിവ പരിശോധിക്കണം. അതോടൊപ്പം പാപ്സ്മിയർ, മാമോഗ്രാം എന്നീ ടെസ്റ്റുകൾ നടത്തുന്നത് ക്യാൻസറിൻ്റെ സാധ്യതകൾ മുൻകൂട്ടി തിരിച്ചറിയാനും സഹായിക്കും. എന്തൊക്കെയാണ് ആർത്തവ വിരാമത്തിന് ആയുർവേദ പ്രതിവിധികൾ? ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുണ്ടാകുന്ന അമിതവണ്ണം, അമിതഭാരം എന്നീ കാരണങ്ങൾ കൊണ്ട് പലരും ഭക്ഷണത്തിൽ കുറവ് വരുത്തുന്നതായി കാണാറുണ്ട്. എന്നാൽ ഇത് തികച്ചും തെറ്റായ രീതിയാണ്. അമിതവണ്ണം അല്ലെങ്കിൽ അമിതഭാരം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നിരിക്കെ ഭക്ഷണത്തിൽ കുറവ് വരുത്തിയതുകൊണ്ട് മാത്രം അമിതവണ്ണമോ അമിതഭാരമോ കുറയുന്നില്ല. മറിച്ച് ഭക്ഷണത്തിൽ അമിതമായ കുറവ് വരുത്തുന്നത് മൂലം ക്ഷീണം, തളർച്ച, അനീമിയ, ഓസ്റ്റിയോപൊറോസിസ് എന്നീ അവസ്ഥ ഉണ്ടാവുകയും ആരോഗ്യം ക്ഷയിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലും വേണ്ടതായ മാറ്റങ്ങൾ വരുത്തുകയും ആവശ്യമെങ്കിൽ മരുന്ന് സേവിക്കുകയും ചെയ്യുക. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ആഹാര ജീവിതശൈലി നിയന്ത്രണങ്ങളും മരുന്നും ആയുർവേദം നിർദ്ദേശിക്കുന്നു. ആഹാരത്തിൽ എണ്ണയിൽ വറുത്തെടുത്തതും ഉപ്പ് അധികമായിട്ടുമുള്ള ആഹാരങ്ങൾ, മൈദ, ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്നിവ ചേർന്നതായ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവ കുറയ്ക്കുക തന്നെ വേണം. അതുപോലെ ഹൈഡ്രേഷൻ വളരെയധികം പ്രധാനമാണ്. നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻസ് തടയുന്നതിനും സ്കിൻ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വളരെ നല്ലതാണ്. ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ആയുർവേദ പാനകങ്ങൾ സേവിക്കുന്നത് ആർത്തവ വിരാമത്തോടനുബന്ധിച്ച ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും ബോഡി ഹൈഡ്രേറ്റഡ് ആയി വയ്ക്കുന്നതിനും സഹായിക്കുന്നതാണ്. മറ്റൊന്ന് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റമാണ്. ആഹാരം കൃത്യമായ അളവിൽ കൃത്യസമയത്ത് കഴിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരം തന്നെ കഴിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ ശരിയായ വിശ്രമവും ഉറക്കവും അത്യാവശ്യമാണ്. യോഗ ജീവിതശൈലിയുടെ ഒരു ഭാഗമാക്കുന്നത് ആർത്തവ വിരാമ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു. ശരീരത്തിന് ആവശ്യമുള്ള വ്യായാമം കിട്ടുന്നതിനും മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനും യോഗ, പ്രാണായാമം, സ്മൃതി മെഡിറ്റേഷൻ എന്നിവ വളരെയധികം സഹായകരമാണ്. ഇവയെല്ലാറ്റിനും പുറമെ കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പോൾ പലർക്കും 35 വയസ്സാകുന്നതോടുകൂടി ആർത്തവ വിരാമം സംഭവിക്കുന്നു. തെറ്റായ ജീവിതശൈലിയും അമിതമായ മാനസിക സമ്മർദ്ദവുമാണ് ഇതിന് കാരണം. ലക്ഷണങ്ങൾ ഓരോ വ്യക്തിക്കനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ചികിത്സയും വ്യക്തിഗതമായി തന്നെ വേണം.
ആഹാരമാണെങ്കിലും ജീവിതശൈലിയാണെങ്കിലും വ്യക്തിഗതമായി തന്നെ മോഡിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. വിദഗ്ധ നിർദ്ദേശാനുസരണം മാത്രം ഈ മോഡിഫിക്കേഷൻസ് വരുത്തുക. ആർത്തവ വിരാമം ഒരു സ്വാഭാവിക പ്രക്രിയയാണെങ്കിൽ കൂടിയും അത് സ്ത്രീകളുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ശരിയായ പരിചരണം ശരിയായ സമയത്ത് ആവശ്യമാണ്. ശാരീരികമായി ഫിറ്റ് ആയിരുന്നാൽ തന്നെ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ നിഷ്പ്രയാസം സാധിക്കും. ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആയുർവേദം നിർദ്ദേശിക്കുന്ന ആഹാര ജീവിതശൈലി രീതികളും മരുന്നുകളും വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.